ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഡേയ്സ് ആയി സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ ഇന്നൊരു 3 വയസ്സിൻ്റെ അംബ്രല്ല സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. മെയിൻ മെറ്റീരിയൽ വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ കളറിൽ ഗോൾഡൻ ബൂട്ടാസ് വരുന്ന പോളി കോട്ടൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ കോട്ടൺ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്ത ഓറഞ്ച് കളറിലെ ബ്ലൗസാണ് പെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഫോൺ മാറ്റിയപ്പോൾ അതൊക്കെ നഷ്ടമായിപ്പോയി. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതിനായിട്ട് ഞാൻ 1 മീറ്റർ കോട്ടൺ ഫാബ്രിക്കും 2 മീറ്റർ മെയിൻ ഫാബ്രിക്കും ആണ് എടുത്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എടുക്കാം, പിന്നെ നിങ്ങൾക്ക് ഫ്ലെയർ ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇവിടെ ലൈനിങ് എനിക്ക് നല്ല ഫ്ലെയർ ആയിട്ടൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് 1 മീറ്ററുള്ള ഫാബ്രിക്കിനെ ഞാൻ 4 ആയിട്ട് മടക്കി വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. മടക്കുന്നത് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ വേസ്റ്റ് മെഷർമെൻറ്റ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ എൻ്റെ കഴിഞ്ഞ ഹോൾട്ടർ നെക്ക് ഫ്രോക്കിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 4 മടക്കായത് കൊണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് 2ആയി മടക്കിയിട്ട് ലൈനിങ് വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ വേസ്റ്റും നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റും എവിടെ വെച്ചാണോ ഈക്വൽ ആവുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെ. അതിനുശേഷം എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് കൂടെ മാർക്ക് ചെയ്തിട്ട് അലവൻസ് കൂടെ കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ഫാബ്രിക്കിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ച് അത് നല്ലതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിന് കൊടുക്കുന്ന മെഷർമെൻറ്റ്സ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്ററുള്ള ഫാബ്രിക്കിനെ 2ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഒരു ഭാഗം എടുത്ത് ഞാൻ അതിനെ 6ആയിട്ട് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോൾട്ടർ നെക്ക് ഫ്രോക്ക് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്ക് റെഫറൻസ് വീഡിയോ ആയിട്ട് പോയി നോക്കാവുന്നതാണ്. എന്നിട്ട് എവിടെ വെച്ചാണോ നമ്മുടെ ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും വേസ്റ്റ് ഈക്വൽ ആകുന്നത് അവിടെ വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ലെന്ത് കൂടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ലെന്ത് മീൻസ് നമ്മുടെ പാവാടയുടെ നീളമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേസ്റ്റ് ബാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് ബാൻഡ് ചെയ്യാൻ വേണ്ടി 3 ഇഞ്ച് വീതിയും വേസ്റ്റിൻ്റെ ചുറ്റളവ് ഉള്ള ഫാബ്രിക് കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. അപ്പോൾ സ്കേർട്ടിൻ്റെ ഫുൾ ലെന്തെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു വീതിയും പിന്നെ ബാക്കി വരുന്ന നമ്മുടെ സ്കേർട്ടിൻ്റെ ലെന്തും കൂടെ ആയിരിക്കും. ഈ ടോട്ടൽ 3 ഇഞ്ച് വിട്ടെന്ന് പറയുമ്പോൾ 1.25 ഇഞ്ചായിരിക്കും ഒരു ഭാഗത്തെ വിട്ടെന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ഒരു ഭാഗത്തെ വിട്ടും പ്ലസ് നമ്മുടെ 0.5 ഇഞ്ച് അലവൻസിന് പോവുകയും ചെയ്യും. വേസ്റ്റ് ബാൻഡ് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതേ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്ത കോട്ടൺ ലൈനിങ്ങും പിന്നെ സ്റ്റിഫും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കും. സോ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് ഓരോന്നായിട്ട് അസംബിൾ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ലൈനിങ്ങിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും അതിനുശേഷം ആ ക്രോസ് പീസ് വെച്ച് കൊടുത്ത ഭാഗം ഒന്ന് അമുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച 2 മെയിൻ ഫാബ്രിക്കും കൂടെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെയും കോട്ടൺ ലൈനിങ്ങിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വെച്ച് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് അടിച്ചു മറിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടും. എന്നിട്ട് അതിന് മുകളിൽ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു ഫാബ്രിക്കും കോട്ടൺ ലൈനിങ്ങും പിന്നെ ഉള്ളിൽ അതേ ലെൻഡിലെ സ്റ്റിഫ്നറും കൂടെ അതേ സൈസിലെ സ്റ്റിഫ്നറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അത്രയും ടൈം സേവിങ് ആയിട്ട് കിട്ടും. പക്ഷെ അത് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. എഗെയിൻ പിന്നെ മടക്കി വെച്ചതിന് ശേഷം ആ വേസ്റ്റ് ബാൻഡിൻ്റെ പാറ്റേൺ കിട്ടുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്കേർട്ടിന് ഞാൻ ബക്കിൾ വെച്ചാണ് കൊടുക്കാൻ പോകുന്നത്. സോ ആ ബക്കിൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ക്ലോത്ത് മടക്കി വെച്ചിട്ട് ആ ഒരു സംഭവം ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അതേ വിട്ട് വരുന്ന ഫാബ്രിക്കും കുറച്ചധികം ലെന്തും കൂടെ കൂട്ടിയെടുത്തിട്ട് ഒരു ഫാബ്രിക് ഇത്രയും ഒരു പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ഭാഗവും മടക്കി മടക്കി വെച്ചിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ബക്കിൾ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ആ ബക്കിൾ കംപ്ലീറ്റ്ലി ആ മടക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം അത്രയും ഒരു ഭാഗത്ത് ഈ ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം മറ്റേ ഭാഗത്ത് ബക്കിൾ കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സൈഡും ബോട്ടും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ബോട്ടം ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് അയൺ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് മടക്കി പിടിച്ച് അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. സോ ലൈനിങ് ഫിനിഷ് ചെയ്തെന്ന പോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഓറഞ്ച് കളറിലെ ബാക്ക്ലെസ് ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ബ്ലൗസിൽ അത്യാവശ്യം വർക്കും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. രണ്ടും കൂടെ പെയർ ചെയ്യുമ്പം ഇങ്ങനെ ഇരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ ഡു നോട്ട് ഫൊർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ.